പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുവാൻ, ദൈവകൃപയെ നോക്കി പാർക്കുവാൻ, മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ധ്യാനത്തിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളെ തിരുത്തുവാനും കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അതുവഴി ഏറ്റവും കൃപാപൂർണമായ വിശുദ്ധിയുള്ളൊരു ജീവിതം മരിയൻ ഉടമ്പടി വഴി നയിക്കുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ
പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ എല്ലാ മേഖലകളിലും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സിന്ധു നെൽസൺ. ഞാൻ കൊല്ലം ജില്ലയിലുള്ള അഞ്ചൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട്
കൃപാസനം പ്രസാദമര മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന്, രണ്ടാമതും എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം ഈശോയെ മഹത്വപ്പെടുത്തണ അനുവദിക്കണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. 2019 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ കൃപാസനത്തെപ്പറ്റി അധികം ആരും അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയിട്ടുമില്ല. 2019 എനിക്ക് യൂട്യൂബോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. ഞാൻ വീട്ടിൽ വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഹസ്ബൻഡ് വിളിക്കുന്നിടത്ത് പോവും എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയ്ക്ക് പോവുമോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് വാട്സപ്പ് യൂട്യൂബ് ഒന്നും ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. എനിക്കാരും വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുമില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു ശാരീരികമായ അസ്വസ്ഥത അന്നുണ്ടായ സമയത്ത് ഒരു എൻഡോസ്കോപ്പി ആവശ്യമായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ വളരെ വീക്കായിപ്പോയി. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എൻഡോസ്കോപ്പി പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡ് പുറത്തു പോവും. എൻ്റെ മകന് +2 പഠിക്കുകയാണെന്ന്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുമ്പം ഹോട്ടലിൽ ഫുഡാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. എനിക്ക് ആഹാരം വയ്ക്കാനൊന്നും ഒക്കത്തില്ല. ഞാൻ ഈ സോഫയിൽ കിടന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ കൗണ്ടർ ആ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ കിടന്ന് ഞാൻ നന്നായിട്ട് മാതാവിനോട് മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞ്. അപ്പോൾ എൻ്റെ ചെവിയിൽ കൃപാസനത്തിൽ വന്ന് അന്ന് കേട്ട്. ഇന്ന് പക്ഷേ അത് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നത് കൃപാസനം എന്നാണ്. അപ്പോൾ ഈ കൃപാസനം എന്ന് കേട്ട ഉടനെ ഞാൻ എണ്ണിട്ടിരുന്നിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്, എൻ്റെ പള്ളിയിലെ കോൺവെൻറ്റിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ തുമ്പോളിയിലുള്ള സിസ്റ്ററായിരുന്നു. സിസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി. സിസ്റ്റർ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ സൺഡേയിലെ കുർബാന കഴിയുമ്പോൾ സിസ്റ്റർ എനിക്ക് കുറേ ബുക്കുകൾ കൊണ്ടുവന്ന് തരും. കുറേ ചോക്ലേറ്റും തരും, കുറേ ബുക്കുകളും തരും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്ന് അത്രയും വലിയ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്കുകളൊക്കെ ഞാൻ കൊണ്ടുവന്ന് കബോർഡിനകത്ത് വെക്കും. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് സിസ്റ്റർ എൻ്റെ കയ്യിൽ എന്തോ ഒരു പേപ്പർ മടക്കി തന്നതുപോലെ ഒരു ഓർമ്മ വന്ന് ഞാൻ പോയി കബോർഡ് തുറന്ന് നോക്കിയപ്പം ഒരു കീറിയ കൃപാസനം പത്രമാണെന്ന് സിസ്റ്റർ എനിക്ക് തന്നത്. സിസ്റ്റർ തന്നിട്ടത് കൃപാസനം പത്രമാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിൻ്റെ എല്ലാം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടിയെപ്പറ്റി വായിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ആ യൂട്യൂബിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ്ങിലെ പ്രാർത്ഥനയൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ്, എന്നെ ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി എടുത്തിട്ട് എൻഡോസ്കോപ്പിക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, നമുക്ക് ആദ്യം എൻഡോസ്കോപ്പിക്ക് പോകാം, പിന്നെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനൊരു 3-4 ദിവസം ചൊല്ലി ഹസ്ബൻഡിന് മനസ്സുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് 3 പേരുമായിട്ട് വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ അപ്പോൾ കിംസിലാണ് എനിക്ക് ആദ്യം എൻഡോസ്കോപ്പി പറഞ്ഞത്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞ് ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നിന്നെ കണ്ടിട്ട് പോകാനാണ് തീരുമാനമെന്ന് വെച്ചു. ഞങ്ങൾ ആസ്റ്ററിൽ പോയപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ എൻഡോസ്കോപ്പിയിൽ അങ്ങനെ ക്യാൻസറിൻ്റെ ഒരു അംശമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മരുന്നിൽ അതങ്ങ് മാറി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾ നിയോഗത്തിന് വേണ്ടിയിട്ടല്ല പുതുക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എങ്ങനെ പ്രാർത്ഥനയിലോട്ട് മുന്നോട്ട് വരണമെന്നുള്ള ഇതിലോട്ട് അങ്ങ് മാറിപ്പോയി. ഒരു നിയോഗവും ഞങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ അങ്ങനെ അതിനുശേഷം എനിക്ക് സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഉടമ്പടിയിൽ ഇങ്ങനെ മുന്നോട്ട് ഈ കാരുണ്യപ്രവൃത്തിയിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഡിസംബറിൽ എൻ്റെ വയറിലൊരു വേദന വന്നു. വയറിൽ വേദന വന്ന സമയത്ത് എനിക്ക് കുനിയാനും നൂരാനും ഒന്നും പറ്റാത്തൊരു വേദന. ഞാനത് വീട്ടിൽ പറയും. അന്നേരം ഹസ്ബൻഡും ഭയങ്കര അസ്വസ്ഥമായിരുന്നു. ഇതെന്തോ ഇങ്ങനൊരു വേദനയെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് അപ്പൻഡിസൈറ്റിസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർജറി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ. അങ്ങനെ ഞങ്ങളൊരു ഗ്യാസ്ട്രോ സർജനെ കാണാൻ പോകുമ്പം ഈ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇതെന്തിനാണ് നിങ്ങളിവിടെ വന്നത്, ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വേദന മാറിയില്ല. എനിക്ക് അതേ വേദന അങ്ങനെ നിന്നപ്പോൾ എൻ്റെ സഹോദരൻ 1 വർഷമായി മരിച്ചു പോയിട്ട് ലിവർ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ് മരിച്ചത്. അപ്പോൾ അവനെ ചികിത്സിച്ച അതേ ഗ്യാസ്ട്രോയിലെ ഡോക്ടറെ അടുത്ത് എന്നെ ഹസ്ബൻഡ് കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, 2002 മുതൽ എനിക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. ആ സ്കാനിങ്ങിൽ എനിക്ക് ഫാറ്റി ലിവറാണ്, 1st ഗ്രേഡ് ഫാറ്റി ലിവറാണ്. അത് ഈ ഡിസംബർ വരെ ചെയ്ത സ്കാനിങ്ങിൽ ഫാറ്റി ലിവറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ബ്രദർ ഇങ്ങനെ മരിച്ചതുകൊണ്ടും ബ്രദറിന് ഫാറ്റി ലിവർ സിറോസിസ് ട്യൂമറായിട്ടാണ് വന്നത്. അപ്പം നിനക്ക് സിറോസിസ് ആയി കാണും, അതുകൊണ്ട് ഒരു ഫൈബ്രോ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറോസിസ് ആയെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ ബ്രദറിനെ അറിയാവുന്നതുകൊണ്ട് ഡോക്ടർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ എണ്ണീറ്റപ്പോൾ ഡോക്ടർ എൻ്റെ തോളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, സിറോസിസ് ആണെങ്കിൽ ഞാൻ നിനക്ക് ഡയറ്റൊക്കെ തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഈശോയുടെയും ഈ കൃപാസന അമ്മയുടെ വലിയ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനമാണത്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥന എല്ലാവരെയും വിളിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ ബ്രദറിന് ഇങ്ങനെ തന്നെയാണ് പോയത്, വീട്ടിലും ചില ആൾക്കാർക്ക് അങ്ങനെ ബന്ധുക്കളും അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു അസുഖം തരരുതേ, ഒരസുഖം തരരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. പക്ഷേ ഈ ഒരു അസുഖം വന്നാൽ ഡയറ്റ് വലിയ പാടാണ്, എനിക്കറിയാം. ഞാൻ ഈ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് രോഗികളെ വിസിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള രോഗികളുണ്ട്, എനിക്ക് അവരുടെയൊക്കെ വേദന കാണുമ്പോൾ വലിയ വിഷമോ. അപ്പോൾ ആ ഡയറ്റൊന്നും ചിലപ്പോൾ എന്നെക്കൊണ്ട് പൂർത്തിയാക്കാനൊന്നും നോക്കത്തില്ല. ആരും എവിടെയെങ്കിലും പോയാൽ ആ ഡയറ്റൊന്നും നമുക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ഡയറ്റ് പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് എന്നെ ഈ സിറോസിസ് ഒന്നും ആവരുത്, അതിലോട്ട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 8 ദിവസം ഉണ്ടായിരുന്നു ആ ഫൈബ്രോ സ്കാനിൻ്റെ ഡേറ്റിന്. അത്രയും ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എല്ലാ മാസവും 18 വീട്ടിൽ പ്രേക്ഷിതം ചെയ്യുന്ന ഒരാളാണ്. പത്രം കൊടുത്ത്, പത്രവും ഉപ്പും എല്ലാം കൊണ്ടുപോയി അവരെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഉടനെ എനിക്ക് കോണ്ടാക്ട് ചെയ്ത് തരും അവരുടെ നമ്പരൊക്കെ. ഞങ്ങൾ ഫൈബ്രോ സ്കാനിങ്ങിന് പോയി. എന്നെ ഫൈബ്രോ സ്കാനിന് വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും കൈവച്ചിരുന്നു. ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ അത്രയും പേര് അവിടെ ഇരിപ്പുണ്ട് മെട്രോയിൽ. അവരുടെ മുമ്പിൽ ഇരുന്ന് തന്നെ ഞാൻ എൻ്റെ ഉടുപ്പ് പൊക്കിയിട്ട് ലിവറിൻ്റെ സൈഡിൽ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ചിട്ട് ഈ കാശുരൂപം എൻ്റെ ഇന്നറിനകത്ത് വെച്ചു. അപ്പോൾ എനിക്ക് പേടിയുണ്ട് അവരെ എടുക്കാൻ പറയുമോയെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എടുക്കരുത്, എൻ്റെ ലിവറല്ല, അമ്മയുടെ ലിവർ വേണം പരിശോധനയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. പരിശോധന എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഈ 2002 മുതലുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്ന അതുപോലും എനിക്കില്ല, സിറോസിസ് ഇല്ല. എൻ്റെ ലിവർ നല്ല പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ടിരിക്കുവാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ അതിൽ മാതാവ് ഈശോയും തരാനുള്ളൊരു സാക്ഷ്യമായിരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന അസുഖമുണ്ട്. കാരണം എൻ്റെ മകൻ ജനിച്ചപ്പോൾ അവൻ പല്ലോട് കൂടിയാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് കാൽസ്യത്തിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാ 10 മാസം കൂടുമ്പോഴും എനിക്ക് സ്റ്റോണിൻ്റെ പെയിൻ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലാവും ഒരു ദിവസം. ഞാൻ ആ കാഷ്വാലിറ്റിയിലാവുന്ന സമയത്ത് തീവ്രമായ വേദനയാണ്. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ വേദന സഹിക്കാനൊക്കെയുള്ള കഴിവ് ഈശോയമ്മയും തന്നിട്ടുണ്ട്. ഞാനത് ഉടമ്പടി കാശുരൂപം തന്നെ അപ്പോഴും കൈ വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ രാത്രി അവിടെ കിടക്കണം, അവർ ട്രിപ്പിടും. പിറ്റേ ദിവസം അവർ പറയും യൂറോളജിയെ കാണാൻ പറയും, ഞങ്ങൾ പോവും. പക്ഷേ മരുന്നൊന്നും ഇതുവരെ എടുക്കുമോ, ഒരു സർജറിക്ക് പറഞ്ഞിട്ട് ഈ തൈലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സർജറി എല്ലാം മാറിപ്പോയിട്ടുണ്ട്. എന്നാലും 9 വർഷമായിട്ട് ഈ 10 മാസം കൂടുമ്പോൾ എനിക്കിങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴും ഇതുള്ളപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ജനുവരിയിൽ ഒരു കുട്ടികളില്ലാത്തൊരു ദമ്പതികളെ ഇവിടെ അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അവരച്ഛനെ കാണാൻ കയറിയ സമയത്ത് ഞാൻ ആ ആരാധനാ ചാപ്പലിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പം ഞാൻ അവരെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ അന്നേരം എനിക്ക് കിഡ്നിയുടെ സൈഡ് ഇടയ്ക്കിടയ്ക്ക് വേദന, എപ്പോഴും വേദനയാണ്, കഴച്ചൊരു വേദനയാണ് അത്. അപ്പം ഞാൻ പറഞ്ഞ്, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മാത്രമേ ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതായിരിക്കാം ഇത്. എൻ്റെ ശരീരത്തെ കല്ലെടുത്ത് മാറ്റാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്കത് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിലിരിക്കുന്ന എണ്ണ എടുത്ത് ഞാൻ എൻ്റെ കിഡ്നിയുടെ സൈഡിൽ കുരിശ് വരച്ചിട്ടാണ് പോയത്. ഞാൻ ഈ ഫൈബ്രോ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അതിൽ റിസൾട്ട് വന്നേക്കുന്നത് എൻ്റെ 2 കിഡ്നിയിലും ഒരു സ്റ്റോണും ഇല്ല. 9 വർഷമായിട്ട് 10 മാസം സ്കാൻ ചെയ്യുമ്പോൾ 3 mm 4 mm ഇങ്ങനെ സ്റ്റോണുണ്ട്. അതിൻ്റെ വേദനയുണ്ട്, കാരണം നമ്മൾ വേദനയങ്ങ് സഹിച്ചു പോവുക. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യമായിരുന്നു അങ്ങനെ കിട്ടിയത്. പിന്നെ ജനുവരി 1-ാം തീയതി ഞങ്ങളിവിടെ വേറെ ഒരു ആളെ ഒരു രോഗി അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊരു കുട്ടി സാക്ഷ്യം പറയാൻ ഇവിടെ കയറി, ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ സാക്ഷ്യം പറയാൻ കയറിയപ്പോൾ ഈ സാക്ഷ്യം കണ്ടിട്ട് സാക്ഷ്യം കഴിഞ്ഞ് ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അവരെ കൂടെ വന്ന ഒരു 7-8 അക്രൈസ്തവരുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്. അവരെല്ലാം കൂടെ എന്നെ കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് കൃപാസനമ്മയുടെ പേരിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജനുവരി 1-ന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി. 14 പേരുണ്ട്. 12 പേര് എപ്പോഴും പ്രാർത്ഥനയാണ് സജീവമായിട്ട് വാട്സപ്പിൽ.
അപ്പോൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് അഖണ്ഡ ജപമാല പിടിക്കാൻ ഞാനിവിടെ വന്ന് സാറിനെ കണ്ടു, PRO സാറിനെ കണ്ടു. സാറ് ഞങ്ങൾക്ക് ബ്ലസ് ചെയ്ത് അഖണ്ഡ ജപമാല തന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ബ്ലസ് ചെയ്തൊക്കെ വിട്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല പിടിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ സൗണ്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സൗണ്ട് എനിക്ക് എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് വേദനയാണ്, സൗണ്ട് വരത്തില്ല. ഒരു കീന്നൊരു സൗണ്ടേ പുറത്തോട്ട് വരൂ. അല്ലെങ്കിൽ ഒരിച്ചിരി സൗണ്ട് വരണമെങ്കിൽ ശക്തമായിട്ട് അത്രയും സംസാരിക്കണമല്ലോ, മൈക്കിലൊക്കെ സംസാരിക്കുന്നവരെ സംസാരിക്കണം. അപ്പോൾ എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലാൻ പറ്റിയില്ല, അവരുടെ കൂടെ ഇരിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. അപ്പോൾ ഈ അക്രൈസ്തവരൊക്കെ ഒരുപാട് സൗണ്ടിലിങ്ങനെ വിശ്വാസത്തോടെ ചൊല്ലുന്ന കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നങ്ങ് കരയുമായിരുന്നു. മാതാവേ, എനിക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഈ സൗണ്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസമല്ലേ ഇതിങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിനക്ക് തരാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. പക്ഷേ എനിക്ക് സൗണ്ട് വന്നില്ല. ആ മാസം തന്നെ ഞങ്ങൾ 4 പ്രാർത്ഥന ചെയ്തു വീട്ടിൽ. അതെല്ലാം എൻ്റെ വീട്ടിലായിരുന്നു ആ പ്രാർത്ഥനയെല്ലാം, 13 പേരും. 4 പ്രാർത്ഥന ചെയ്തപ്പോഴും ഞാനിങ്ങനെ മൗനമായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തിരക്കുള്ള ആളാണ്. അപ്പോൾ ആ മാസത്തിൽ അദ്ദേഹത്തിന് വലിയ തിരക്കായതുകൊണ്ട് എൻ്റെ ഈ സൗണ്ടിനെ പറ്റി ഒന്നും ചോദിക്കത്തില്ല. അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ച്, നിനക്കിങ്ങനെ സൗണ്ട് പോയല്ലോ. അപ്പോൾ വിചാരിക്കുന്ന തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ്, അത് പിന്നെ കാണിക്കുമ്പോൾ ശരിയാവുമെന്നും പറഞ്ഞായിരുന്നേ. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും FNAC എടുക്കാറുണ്ട്. ഈ 4 വർഷമായി എടുക്കുന്നത്. 3 വർഷവും FNAC എടുത്തപ്പോൾ നെഗറ്റീവാണ്, ഈ വർഷം മാത്രം എടുത്തില്ല. അപ്പോൾ FNAC എടുക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഈ കഴുത്തേൽ ഞാൻ തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, എൻ്റെ സൗണ്ടിങ് തിരിച്ചു തരണേ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായി സൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ FNAC ചെയ്യാനായിട്ട് എൻഡോക്രൈനോളജി ചെന്നപ്പോൾ ഡോക്ടർക്ക് നല്ല പരിചയമായിരുന്നു ഞങ്ങളെ 3 വർഷം കൊണ്ട്. ഡോക്ടർ പറഞ്ഞ്, സിന്ധുവിന് എന്തോ വിഷമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്, ആ സിന്ധുവിന് ഇപ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റാണ് ഡോക്ടറെ, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ കംപ്ലൈൻ്റ് അല്ല, എൻ്റെ സൗണ്ട് ജനുവരി 1 പോയതാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ ഡോക്ടർ ഉടനെ അവിടെ തന്നെ ENTയിൽ എൻഡോസ്കോപ്പിക്ക് തന്ന്. എൻഡോസ്കോപ്പി ചെയ്തപ്പം 2 തടുപ്പുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് പോയത്. അത് ചിലർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ 2 തടുപ്പും സർജറി ചെയ്യണം. സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് പിന്നെയും സൗണ്ട് പോവാറുണ്ട്. ഒരുപാട് സംസാരിക്കുകയും ഇങ്ങനെ ആ സൗണ്ട് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ ഇനി ഗ്രൂപ്പിൽ അങ്ങനെ സൗണ്ട് എടുത്ത് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അതുകൊണ്ടാണ് നിൻ്റെ സൗണ്ട് പോയത്, നീ പെതുക്കെ പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മാതാവേ, പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് സൗണ്ട് വെച്ച് പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല, മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് ഏതെങ്കിലും ആരാധന ചാപ്പലിൽ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്കങ്ങനെ പറ്റൂ. അല്ലാതെ എൻ്റെ അമ്മയോട് എനിക്ക് പറയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവർ 800 രൂപയുടെ ടാബ്ലറ്റ് തന്നിട്ട് ഡോക്ടർ പറഞ്ഞ്, ഈ ടാബ്ലറ്റ് കഴിക്കുമെന്ന് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 13 പേരെ ഞാൻ വാട്സപ്പിൽ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ ഇത്രയും പേര്, ഞങ്ങൾ 14 ഉടമ്പടിക്കാരാണ്, അതത്രയും പ്രേക്ഷിതം ചെയ്ത് ഉടമ്പടി എങ്ങനെയാണെന്ന് അറിഞ്ഞ് പോകുന്നവരാണ് അവരോട് പറഞ്ഞു, ഞാൻ മരുന്നെടുത്തില്ല ഈ സൗണ്ട് വരത്തില്ല എന്നുണ്ടേ വേണ്ട, കൃപാസനത്തിൻ്റെ അൾത്താരയിൽ നിന്ന് എനിക്ക് സൗണ്ട് തിരിച്ചു തരാമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞ്. ഞാൻ ആ മരുന്നെടുത്തില്ല, തൈലം മാത്രം തൊട്ട് പ്രാർത്ഥിച്ച്. പിന്നെ അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അത്രയും ഉടമ്പടിക്കാരും അവർ ഓടി വന്ന് എൻ്റെ കഴുത്തേൽ അവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് അവർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എന്താ മരുന്നെടുക്കാത്തേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മരുന്നെടുക്കത്തില്ല, എൻ്റെ കൃപാസനം അമ്മ എനിക്ക് സൗണ്ട് തരുമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. ഒരു ഹസ്ബൻഡിന് വിശ്വാസമാണ്. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു പോരായ്മ കൊണ്ടായിരിക്കാൻ ചോദിച്ചത്. ഈ ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ സൗണ്ട് പഴയതുപോലെ തിരിച്ചു വന്ന് ഞാൻ ഒരു മരുന്നും എടുത്തിട്ടില്ല. മരുന്ന് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി, പൊട്ടിക്കാതെ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും അമ്മ എന്നെ ഇങ്ങനെയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൃപാസന അമ്മയെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ടുവരാനും പിന്നെ ഉടമ്പടി എടുക്കാൻ മുടങ്ങിക്കിടക്കുന്നവരുണ്ട്, അങ്ങനെ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡ് ഞാനും കൂടെ ഒരുമിച്ചാണ് പ്രേക്ഷിതം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പരിഹാസമുണ്ട്. കൃപാസന അമ്മയുടെ പേര് കിട്ടുന്ന പരിഹാസം എല്ലാം എനിക്ക് എൻ്റെ മേളിൽ പൂവായിട്ട് വീഴുന്ന പോലെ തോന്നുന്നത്. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ബാഗിൽ ഇവിടുന്ന് കൃപാസന അമ്മയുടെ ഈ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതിൻ്റെ പേരിൽ ഞാൻ കേൾക്കുന്ന ആക്ഷേപവും പരിഹാസമൊക്കെ
എനിക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിവസമാണ് ആ കിട്ടുന്ന പരിഹാസമൊക്കെ. ഒരുപാട് പേര് പരിഹസിക്കും, ഈ മാതാവിൻ്റെ ഫോട്ടോ എന്തിനാ ബാഗിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ ഒട്ടിക്കാൻ വൈകിപ്പോയെന്നാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. ഈ ബാഗ് പഴകിയിട്ട് പോലും ഇത് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. അത്രമാത്രം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അതിലൂടെ 20 പേരെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക. 20 പേരെ വെറുതെ അല്ല കൊണ്ടുവന്നത്, അവർ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ആ 20 പേര് പിന്നെയും 5 പേരെ വെച്ച് അവർ കൊണ്ടുവരിക ചെയ്യുന്നത്. ഞങ്ങൾ ജനുവരി 1-ാം തീയതി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങളിപ്പോൾ 2 മാസമായതേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ആ കാരുണ്യപ്രവൃത്തി ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്തത് വലിയൊരു കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ദരിദ്ര കുടുംബമുണ്ട്. അവർക്ക് ജപ്തി ചെയ്ത് അവരെ ഇറക്കി വിട്ടപ്പോൾ അവർക്ക് വീടില്ലാത്തതുകൊണ്ട് അവരൊരു ടാർപ്പ കെട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നവർക്ക്. അപ്പോൾ ആ പെങ്കൊച്ചിന് യൂട്രസ് ഔട്ടായിട്ട് 5 വർഷമായി സർജറിക്ക് പോകാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 13 പേരും ചേർന്ന് 24,000 രൂപ പിരിച്ച് മെനഞ്ഞാന്ന് കൊടുത്ത് അവളെ SATയിലേക്ക് സർജറിക്ക് അയച്ചു. ഇന്ന് അവൾ സ്കാനിങ്ങിന് പോയിരിക്കുകയാണ്. അങ്ങനെ അത്രയും നല്ലതുപോലെ ചെയ്യുന്ന അക്രൈസ്തവരായിട്ടുള്ള കുടുംബങ്ങളാണ് അതിനകത്തുള്ളത്. അവരുടെ പ്രാർത്ഥന വലിയ പ്രാർത്ഥന, അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം കൃപാസന അമ്മയോട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയത്ത് എല്ലാവരെയും പോലെ കാരുണ്യപ്രവൃത്തി, അച്ഛൻ പറയുന്നുണ്ടല്ലോ കാരുണ്യപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഉടമ്പടി പൂർത്തിയാവത്തില്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. പേരിനും വേണ്ടി ഒരു കുടുംബത്തെ സഹായിക്കും. പിന്നെ ഞങ്ങൾ 2019, 2025 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങൾ രോഗികളെ സന്ദർശിച്ച രോഗികളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ കൊണ്ടുപോയ രോഗിയുടെ വീട്ടിൽ തന്നെ നിരന്തരം സന്ദർശിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. ഭക്ഷണമില്ല എന്നറിയുന്നിടത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കും. വസ്ത്രമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് ഞങ്ങൾ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ കൂടെ പോവുകയും, വായിക്കാൻ അറിയാത്തവരുണ്ട്, അതെല്ലാം വായിച്ചെടുത്ത് എല്ലാ ടെസ്റ്റുകളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. രണ്ടാമത് പിന്നെ അങ്ങനെ പോയ സമയത്ത് പിന്നെയും കാരുണ്യപ്രവൃത്തിയിൽ വേറൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് തോന്നി, ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ഉടമ്പടി മുടക്കിയിട്ട് കാശുരൂപം പോലും എവിടാന്നറിയാതെ വീടുകളിലിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ എല്ലാം വീടുകളിൽ പോയി അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. ആദ്യം അവർക്ക് അവരുടെ വീട്ടിൽ വെച്ചൊരു ക്ലാസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കി കാരുണ്യപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പോയ മിക്ക ഭവനങ്ങളിലും 3-4 പുതുക്കിയവരുണ്ടായിരുന്നു. പക്ഷേ കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരെല്ലാം ഇന്ന് എൻ്റെ ഗ്രൂപ്പിനകത്തുണ്ട്. അവരാണ് മുന്നിട്ട് കാരുണ്യപ്രവൃത്തിക്ക് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ 2ാമത് പ്രേക്ഷിതം ചെയ്തത്. 3ാമത്തെ ഈ പ്രേക്ഷിതമായിട്ട് ഉള്ളതായിരുന്നു ഈ ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി അക്രൈസ്തവരെ കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരികയും എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച പ്രാർത്ഥനകളെല്ലാം ഞാൻ അവരെ പഠിപ്പിച്ചു. 10 പേരോളം പേരെ ജപമാല പഠിപ്പിച്ചു, എങ്ങനെ ചൊല്ലണ്ടേന്നെല്ലാം പഠിപ്പിച്ചു. കുരിശിൻ്റെ വഴി ഈ സമയത്ത് അവർക്ക് അറിയത്തില്ലായിരുന്നു, അതെല്ലാം ചെയ്തു. ഞാൻ ലാറ്റിനാണ്, ഞങ്ങളുടെ പള്ളികളിലേക്ക് അവരെ കൊണ്ടുപോയി സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി. പിന്നെ ഞങ്ങളിവിടെ ഈ പ്രേക്ഷിതം എവിടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുന്നവരുണ്ടോ അവിടെ പോവും. പിന്നെ എന്നെ വിളിക്കും, മറ്റുള്ളവർ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയും ഉടമ്പടി എടുക്കാൻ ഇങ്ങനൊരു കൊച്ചിനെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് എത്ര ദൂരെ ആയാലും പോകും. എൻ്റെ ഹസ്ബൻഡ് എത്ര ദൂരെ ആയാലും എന്നെ വിടും അതിന്. അവിടെ പോവും, അവരുമായിട്ട് സംസാരിക്കും. പക്ഷേ പത്രം പ്രേക്ഷിതം ചെയ്യാമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരെ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. ആദ്യ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു. ഇപ്പം പത്രം പ്രേക്ഷിതം ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. അങ്ങനെ അവരുമായിട്ട് ഇവിടെ ഞാൻ തന്നെ അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് ഞാനിവിടെ കൊണ്ടുവരും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേര് സാമ്പത്തികമായിട്ട് ഈ എല്ലാ മാസവും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് അടുത്ത് അവരെ വീട്ടിൽ പോയി ഞാൻ ഇരിക്കും, ഈ പത്രമായിട്ട് അവിടെ പോയി ഇരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പ്രേക്ഷിതം ചെയ്യാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പത്രം വാങ്ങിക്കാനോ ഇവിടെ വരാനോ ഉള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് ഞങ്ങൾ 2 കെട്ട് പത്രം വെച്ച് അവർക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ പ്രേക്ഷിതം ചെയ്യാനായിട്ട് പോകും. എൻ്റെ നാട്ടിലിപ്പോൾ എനിക്ക് പ്രേക്ഷിതം ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്രയും പേരെ കൊണ്ടുവന്ന് അവരെല്ലാം പ്രേക്ഷിതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറുള്ള സ്ഥലങ്ങളിലേ പോകാൻ പറ്റൂ. പക്ഷേ ഞങ്ങൾ ഇന്നുവരെ എടുത്ത ഉടമ്പടിയിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പത്രം പ്രേക്ഷിതം ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ OPയിൽ കസേരയിൽ പത്രം കൂട്ടി വെച്ചിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങളെല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് ആ വീട്ടിൽ ഞാൻ 10 മിനിറ്റ് ഇരിക്കും, കൃപാസനത്തെ പറ്റി സംസാരിക്കും, ഉടമ്പടി എന്താണെന്ന് സംസാരിക്കും, യൂട്യൂബിനകത്തുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പം
അവരുടെ മനസ്സിൽ നിന്ന് വരും, അവർക്ക് ഉടമ്പടി എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവരും. അതാണിപ്പം ഈ പ്രേക്ഷിതമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇനിയുള്ള ജീവിതം ഈശോയും അമ്മയും മഹത്വപ്പെടുത്താനുള്ളതായിരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.